അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ സംതിങ് ഹോട്ട് ആയിട്ടുള്ള കാര്യമായിട്ടാണ്. ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഈ സാധനം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പൊന്നും കൂടെ ചലഞ്ച് ചെയ്യാന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ പൊന്നൂന് ഡേറ്റ് കിട്ടുന്നില്ല. അവൻ ഭയങ്കര ബിസി, സോ മച്ച് ബിസി. അവന് സ്കൂളിൽ പോകണം, ട്യൂഷന് പോകണം, പിന്നെ NCC അങ്ങനെ ഭയങ്കര ബിസി. അപ്പൊ എനിക്ക് അവന്റെ ഷെഡ്യൂൾ അങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാം. പിന്നെ 2 പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എരി കാരണം ചിലപ്പോൾ വേസ്റ്റായി പോകുമായിരിക്കും. എനിക്കറിയത്തില്ല. അപ്പോൾ മറ്റേതും കൂടെ അങ്ങനെ നമ്മൾ കഴിക്കേണ്ട, അല്ലെങ്കിൽ നോർമലായിട്ട് എന്തെങ്കിലുമൊക്കെ വല്ല വെജിറ്റബിൾസോ ഒക്കെ ഇട്ട് നമ്മുടെ നോർമൽ മസാലയൊക്കെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരെണ്ണം വിചാരിച്ചിരുന്ന പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. ഒരെണ്ണമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ സത്യസന്ധമായ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഐസ്ക്രീം ഇല്ല, പാലില്ല, മോരില്ല, തൈരില്ല, ഒന്നുമില്ല. എരിയുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് എരിഞ്ഞ് കീറുക, എണ്ണിച്ച് പോവുക. അത് മാത്രമേ ഇന്ന് നടക്കത്തുള്ളൂ. ഒന്നും എനിക്ക് അങ്ങോട്ട് വ്യക്തമായി പറയാനുള്ളൊരു ഗഡ്സ് കിട്ടുന്നില്ല. കാരണം അവർ പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എരിയുള്ള നൂഡിൽസ് ആണ് ഇതെന്നാണ്. ഇത് പിന്നെ എന്തിനാണ് തിന്നുന്നതെന്നൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഇതൊക്കെ നമുക്ക് സീലാന്ന മാറ്റർ. കുറെ പേരെന്നോട് ചോദിച്ചു ഞാൻ തമിഴത്തിയാണോ? ഞാൻ തമിഴത്തിയല്ല. എൻ്റെ വായി ഇടയ്ക്കിടയ്ക്ക് തമിഴ് വരുന്നതാണ്. ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെ സിനിമ കണ്ട് ഇങ്ങനെ തമിഴ് പറഞ്ഞു ശീലിച്ചുകൊണ്ട് ഈയിടെയായിട്ടാണ് ഞാൻ അസുഖം തുടങ്ങിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അപ്പത്തേ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ മാഗി അല്ല ഈ സാധനം, ഇത് കൊറിയൻ നൂഡിൽസ് ആണ്. ഇത് പൊട്ടിച്ചിനകത്ത് ഇട്ട് കൊടുത്താൽ നമ്മൾ സാധാ മാഗി ഉണ്ടാക്കുന്ന നമുക്ക് മസാലകൾ അതിൻ്റെ കൂടെ ഇടണ്ട. സെപ്പറേറ്റ് ലാസ്റ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് കട്ടിയുള്ള നൂഡിൽസ് ആണ് കേട്ടോ, നമ്മുടെ സാധാ നൂഡിൽസ് പോലത്തെ അല്ല, കുറച്ച് കട്ടിയുള്ള സാധനമാണ്. ഞാൻ ഉണ്ടാക്കി വെച്ചതാട്ടോ. ഇത് ഒരെണ്ണമാണ്. നമ്മുടെ നോർമൽ മാഗി പോലെ അല്ല കേട്ടോ, ഇത് കുറച്ച് കട്ടിയുള്ള നൂഡിൽസ് ആണോ. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇതിന് വരുന്ന 2 മസാലകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു സോസ് ടൈപ്പ് എന്തോ ഒരു സാധനവും ഇതെന്തോ പൗഡർ ടൈപ്പ് എന്തോ സാധനമാണ്. ചില്ലി ഫ്ലേക്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനാണ് ഭയങ്കര എരിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കഴിച്ചവരൊക്കെ ഭയങ്കര എരിയാണെന്നാണ് പറയുന്നത്. ഇത് ഫുൾ ഇടുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഫുൾ ഇടും. എന്തിനാണെന്നല്ലേ അറിയത്തില്ല, തിന്നിട്ടില്ല എൻ്റെ ഇടയിൽ കയറിയിട്ടാണ്. ഓക്കെ, പ്രശ്നേ റബ്ബേ കാത്തിരക്ഷിക്കണേ അല്ലോ. ഉജ്ജ്വലം. വെള്ളം കുടിക്കരുതെന്നാണ് എരി, പക്ഷെ വേറൊന്നും ഇവിടെ കുടിക്കില്ല. ഇത് നല്ല എരിയുണ്ട് കേട്ടോ. കട പറഞ്ഞിട്ടില്ലല്ലേ? പാലില്ല, മോരില്ല. കട പറഞ്ഞിട്ടില്ലേ? എന്നാ പണ്ണുന്ന് തെരിയാതെ ഇരുന്നാലും നാമ ഇതെല്ലാം പോട്ടുകല്ല. ഇത് ഭയങ്കര എരിയാന്ന് തോന്നുന്നു. സോസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ കളർ കാണുമ്പോൾ മനസ്സിലാവാൻ തീരെ എരിയില്ലെന്ന് തോന്നുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുകൂടി ഇട്ട് കൊടുക്കാം, നോക്കട്ടെ. അല്ല, ചില്ലി ഫ്ലേക്സ് അല്ല, വേറെ എന്തോ കാണാൻ പറ്റും. എള്ളോ അങ്ങനെ എന്തോ ഒരു സാധനം. നമ്മൾ ഈ കൊറിയക്കാരൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ അതിനകത്ത്? അയ്യോ ഇല്ലില്ല, ഇതെന്തിനാന്നറിയോ? അതാന്ന് തോന്നുന്നു. ഇല്ല, സുഷി ഇല്ലേ, സുഷിയിൽ അവര് റൗണ്ട് ചെയ്ത് തരുന്നൊരു സാധനം ഉണ്ടല്ലോ, എന്തോ ഒരു പേപ്പർ പോലത്തെ ഒരു സാധനം. അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, മിഷ്കിറ്റ് വെല്ല ദെൻ വി ഈറ്റ്. ഇവിടെ ഭയങ്കര കാറ്റ്. അത് കൊള്ളായിരുന്നല്ലേ? മിക്സിറ്റ് വെല്ല ദെൻ വി ഈറ്റ്, ഭയങ്കര കാറ്റ്. സത്യമായിട്ടും എനിക്കിത് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും തിന്നാനോട് ഇരിപ്പില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പേടി. ഓടാ. ഓക്കെ, ഈ മാനസികമായിട്ട് നല്ല പേടി തോന്നുന്നുണ്ട്. നല്ല എരി ഉണ്ടെന്ന് മണത്തിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് രണ്ടും കൽപ്പിച്ച് കഴിക്കാം. ഇത് ഫുള്ള് കഴിക്കാൻ പറ്റുമോ എന്നായിരിക്കും നമ്മുടെ ചലഞ്ച്. അപ്പൊ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോവാണ്. എന്റെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് കഴിച്ച് തീർക്കുക എന്നുള്ളതാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ വിചാരിച്ച പോലല്ല. ചില നമുക്ക് വെള്ളം കുടിക്കായിരുന്നു നോക്കാം. ഓക്കെ, ഞാൻ
വിചാരിച്ച ശരിയല്ല ഇതിനുള്ളത്. ഓക്കെ, കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഓ മൈ ഗോഡ്. നെക്സ്റ്റ് ബൈറ്റ്. ഇനി മൊത്തം കഴിക്കാൻ പറ്റത്തില്ല, പക്ഷെ പറ്റുന്നത്ര കഴിച്ചടിച്ചു തരാം. വലിയ വയലെടുക്ക, കുഞ്ഞു വയലെടുത്ത. ഓ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒരു ടിഷ്യൂ കടുമ. എന്റെ മുഖമൊക്കെ എരിയുന്നു. സൂപ്പർ. ഓസം പ്രക്രിയ. ഓ മൈ ഗോഡ്. എനിക്ക് വയറ് ഭയങ്കരമായിട്ട് എരിയുന്നു, നാവ് എരിഞ്ഞ് പൊളയുന്നുണ്ട്. ജോളോച്ചിപ്പ് കഴിച്ചപ്പോൾ പോലും ഒന്ന് ജോളോച്ചിപ്പ് കഴിക്കുമ്പോൾ എനിക്ക് എരിയായിരുന്നു. ടോണിയിരുന്നെ സംസാരിച്ചിരിക്കാൻ വയ്യ, പോട്ടെ ഒട്ടും വയ്യ. ഞാൻ പോവാട്ടോ. എന്തായാലും ഇനി ആരും ട്രൈ ചെയ്യരുത്, കുഞ്ഞു കുട്ടികൾ ഒട്ടും അരിയിരിക്കരുത്. ഭയങ്കര എരിയാണ്. ഞാൻ ഓൾറെഡി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ എന്തോ കഴിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള സാധനമുണ്ട്. പാടില്ലാണ്ട് ട്രൈ ചെയ്ത് ഞാൻ പച്ചക്കറി കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കരുത്, കഴിക്കരുത്. വെറുതെ പറയില്ല. അയ്യോ, എന്തായാലും എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പൊതിച്ചോ. എത്ര രൂപയൊക്കെ തരാ? കഴിച്ചു നോക്ക്, കഴി. ആ ചലഞ്ച് കഴി. ആ ഓ ശരി, ആയിക്കോട്ടെ. പകുതിയല്ല, ഫുള്ള് കഴിച്ചാൽ 2000 വരും. പകുതി കഴിച്ചാൽ ഒന്നും തരുന്നില്ല. എന്തുവാ ഇത്? കടിച്ചു പിടിക്കാൻ പാടാ. കഴിയുമാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആ കഴി, നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. ആ കൈ കൊണ്ട് കഴി. ഓ യൂട്യൂബ് റൂട്ടസി കരയുന്നില്ല. തുറക്കുന്നില്ല, കള്ളി എരിഞ്ഞ് കീറുന്നേട്ടാ. എന്റെ പൊന്നെ, എരിയുന്നില്ല. ഞാൻ എരിഞ്ഞ് കരിഞ്ഞു പുകഞ്ഞു നിൽക്കുന്നേട്ടോ. എരിയുന്നില്ല. ഇതിന്റെ കളർ നോക്ക്. വാ തുറക്കമ്മ.
നിങ്ങളെന്നാ മിണ്ടാത്തേ? കഴിക്കുമല്ലേ? അതുകൊണ്ടാണോ മിണ്ടാത്തേ? അല്ലാണ്ട് ഒരു എരിയില്ലേ നിങ്ങക്ക്? ഇവര് പറയും ഞാൻ അഭിനയിച്ച് തള്ളി, നിങ്ങക്കൊരു എരിയില്ലേമാ? എരിയുന്നില്ല, പക്ഷെ എന്താ വെള്ളം വേണോ? തൈര് വേണോ? ചുണ്ടരി എന്തോ വേണ്ടേ? എന്തോ വേണ്ടേ? വെള്ളം എരിയില്ലല്ലോ. എരിയില്ലെന്നല്ലേ പറഞ്ഞേ? വെള്ളം കുടിക്കരുത്, മൊത്തം കഴിക്കുക, എന്നാലേ പൈസ. വായിക്കൂടെ തേൻ വരുന്നു. തൈര് വേണോ വെള്ളം വേണോ? എന്തോ വേണം? വെള്ളം വേണോ തൈര് വേണോ? വെള്ളം വേണോ തൈര് വേണോ? വെള്ളം വേണം, തൈരും വേണ്ട. ഒന്നും വേണ്ട. ആ ഓക്കെ, കണ്ടിന്യൂ. എന്നാച്ചു മമ്മി ഉങ്ങൾക്ക്? കഴിയുമാ? മതിയോ? കോഴിക്ക് കൊടുക്കാം. ചലഞ്ചോ? 2000 രൂപ വേണ്ടേ? പകുതി തന്നാ മതി. അങ്ങനെ മതില്ല, പൈസ വേണോ? ഓ ഇത് തന്നെ നാനി சொன்னே. എരിട്ടോ? എരിട്ടോ? കണ്ണി കൂടെ പൊന്നീച്ച പോന്നു. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തതാ. അപ്പൊ ഉമ്മച്ചി പറഞ്ഞ് ഉമ്മച്ചി ചലഞ്ച് ചെയ്ത് തന്നെ ഉമ്മച്ചി തിന്നൂന്ന്. ഇരിക്കുന്ന എന്നാ അച്ഛൻ മമ്മി? എന്താ പറ്റി? എന്താ പറ്റിമ്മ? ചുണ്ടിന് ചെറിയൊരു എരി. ഒരു കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര എരിയില്ലേ? നല്ല എരി ഉണ്ടാരും അനുകരിക്കുന്നത്. ഞാൻ വൈൻഡപ്പ് പറഞ്ഞിട്ട് ഉമ്മ ചലഞ്ച് ചെയ്തപ്പോൾ ഞാൻ എന്നാ പിന്നെ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ കാര്യം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ബാക്കിയുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അത്രേ ഉള്ളൂ. ടാറ്റാ. ടാറ്റാ. ആർക്കാം വയ്യ. ആർക്കറിയാം?